Welcome to Mindcare Nursing. Today I am going to discuss regarding what is DVT or deep vein thrombosis. എന്താണ് DVT? DVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ blood clot formation in one of the deep vein of the body, usually in the leg. അപ്പം സാധാരണ ഡീപ്പ് വെയിനിൽ ഫോം ചെയ്യുന്ന ബ്ലഡ് ക്ലോട്ടുകളാണ്. അത് സ്പെഷ്യലി കൂടുതലായിട്ടും കാണുന്നത് കാലുകളിൽ വരുന്ന ഡീപ്പ് വെയിൻസിലാണ്. ഇപ്പം ചില കേസുകളിൽ ഒക്കേഷണലി അപ്പർ എക്സ്ട്രിമിറ്റീസ് അല്ലെങ്കിൽ കൈകളിൽ ഫോം ചെയ്യാറുണ്ട്. അപ്പം അതിനെ പറയുന്ന പേരാണ് പേജസ് ഷോർട്ടഡ് ഡിസീസ് എന്ന്. അപ്പം കൈകളിൽ ഫോം ചെയ്യുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസിനെ പറയുന്ന പേരാണ് പേജസ് ഷോർട്ടഡ് ഡിസീസ്. യൂഷ്വലി കാലുകളിലാണ് ഉണ്ടാവാറ്. അപ്പം അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് ജർമ്മൻ ഫിസിഷ്യനായിട്ടുള്ള റുഡോൾഫ് വിർക്കോ ഈ കാരണങ്ങളെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. 3 കാരണങ്ങളായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പറയുന്നതാണ് വിർക്കോസ് ട്രയാഡ് എന്ന്. അപ്പോൾ വിർക്കോസ് ട്രയാഡ് ഇൻക്ലൂഡ് വീനസ്റ്റേസിസ്, എൻഡോത്തീലിയം ഡാമേജ്, ഹൈപ്പർ കൊയാഗുബിലിറ്റി ഓഫ് ദി ബ്ലഡ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഒരാളിൽ DVT ഫോം ചെയ്യുന്നത്. അപ്പം DVT എന്ന് പറയുന്നത് blood clot formation, one of the deep vein, usually in the leg. If it is occur in the upper extremities, called as Page's shorter disease. The causative factors described by Rudolf Virchow, that is why it is called a Virchow's triad. It include venous hypercoagulability of the blood, endothelium damage. അപ്പോൾ ഹൈപ്പർ കൊയാഗുബിലിറ്റി ഓഫ് ദി ബ്ലഡ് എന്ന് പറയുമ്പോൾ അവിടെ കൊയാഗുലേഷൻ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അവിടെ രക്തം കട്ട പിടിക്കൽ വളരെ പെട്ടെന്നായിരിക്കും. അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് എൻഡോത്തീലിയം ഡാമേജ് ആണ്. അപ്പം ബ്ലഡ് ലൈനിങ്, അതായത് ബ്ലഡ് വെസലിൻ്റെ ലൈനിങ്സിൽ ഡാമേജ് സംഭവിക്കുകയും അവിടെ ക്ലോട്ട് ഫോം ചെയ്യുക. ഇപ്പം പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റഡ് ആയി ഫൈബ്രിൻ ഫോമൊക്കെ ചെയ്ത് അവിടെ ക്ലോട്ട്സ് ഫോം ചെയ്യാം. പിന്നെ പറയുന്നത് വീനസ്റ്റേസിസ് ആണ്. വീനസ്റ്റേസിസ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേഗ്നേഷൻ ഓഫ് ദി ബ്ലഡ് ഉണ്ടാവുന്നു, അതുപോലെ പൂളിങ് അല്ലെങ്കിൽ സർക്കുലേഷൻ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലാണ് ഒരാളിൽ DVT ഫോം ചെയ്യുന്നത്. ഇത്രയുമാണ് DVT എന്ന് പറയുന്നത്. ഈ DVT എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്